നമസ്കാരം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ആരോഗ്യപരമായിട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുവാനിടയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണ ശാസ്ത്രമായിട്ടുള്ള യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുകയും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുകയും ചെയ്യുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രാരംഭത്തിൽ പരാജയം ഉണ്ടാകുവാനും പിന്നീട് ജൂൺ മാസത്തിന് ശേഷം എഴുതുന്ന പരീക്ഷകളിൽ ഏറെക്കുറെ വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. എന്നാൽ ഉപരിപഠനത്തിന് തക്കവണ്ണമുള്ള വിജയശതമാനം വളരെ കുറവുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് ചിലരൊക്കെ തന്നെ ആദ്യ പുനഃപ്രവേശന പരീക്ഷകൾക്ക് തയ്യാറാകുവാനോ അതല്ല കിട്ടിയ ജോലിക്ക് പ്രവേശിക്കുവാനോ സാധ്യത കാണുന്നതുമുണ്ട്. പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഇനിയും 1.5 വർഷത്തേക്ക് അല്ലെങ്കിൽ 2027 പകുതി വരെയും നന്നാവുക എന്ന നിർദ്ദേശങ്ങൾ പലരിൽ നിന്നും വന്നു ചേരുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ആത്മനിയന്ത്രണവും നിർബന്ധമായിട്ടും വേണ്ടതാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. ജോലിയോട് ബന്ധപ്പെട്ട് 1.5 വർഷമായിട്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും എന്നാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടമില്ലാത്ത സാഹചര്യത്താൽ വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിലും സ്വദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിലും നിലവിലുള്ള ജോലി ഒരുപക്ഷെ സമ്മർദ്ദങ്ങളുണ്ടായിരിക്കാം, അധികാരപരിധി വർദ്ധിക്കാം. എന്നാൽ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് ശ്രമിക്കുന്നത് അത്ര ഗുണകരമല്ലാത്തതാണ്. ജോലിയിൽ ഇരുന്നും കൊണ്ട് ഉപരിപഠനത്തിന് ചേരുന്നതോ മറ്റ് ജോലികളൊക്കെ അപേക്ഷിച്ചാൽ അത് ലഭിക്കുന്നതൊക്കെ തന്നെ സ്വീകരിക്കാം. എന്നാൽ പേര് കേട്ട സ്ഥാപനത്തിലേക്ക് മാത്രമേ അപേക്ഷകൾ നൽകാവൂ. ഒരുപക്ഷെ അങ്ങനെയുള്ള സ്ഥാപനത്തിൽ ശമ്പളമൊക്കെ കുറഞ്ഞു എന്ന് വരാം. എന്നിരുന്നാൽ പോലും നല്ല സ്ഥാപനത്തിലേക്ക് മാത്രം, അതായത് പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് കമ്പനികളിലേക്കൊക്കെ പുറപ്പെട്ടാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി അപേക്ഷകളൊക്കെ നൽകിയാൽ തസ്തികകളൊക്കെ ശരിയായിരിക്കാമെങ്കിൽ പോലും നിലനിൽപ്പിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള മാറ്റമാണ് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ വേണ്ടി വരിക. അച്ഛന് പല പ്രകാരത്തിലും അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി നിലവിലുള്ള രാജ്യത്ത് നിന്നും സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാനോ ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും മേലധികാരികൾ അവധിയിലാവുകയും മേലധികാരി മറ്റ് ജോലികൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസം വരെ തസ്തികകളൊക്കെ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ചുമതലകളെല്ലാം വർദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശരിയാണെന്നുള്ള തോന്നലെല്ലാം ഒഴിവാക്കി കാര്യകാരണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും വിഹകമായിട്ടുള്ള വീക്ഷണം ചെയ്തും കൊണ്ടും അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ ഏതൊരു കാര്യങ്ങൾക്കും ഇറങ്ങിപ്പുറപ്പെടാവൂ. അല്ലാത്ത പക്ഷം അബദ്ധം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ പലർക്കും അസുഖങ്ങൾ വർദ്ധിക്കുക, ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പ് കുറയുക, മറ്റു ചിലർക്ക് വിമ്മിഷ്ടം അനുഭവപ്പെടുക എന്നിവയുള്ള ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ 2023 2024 വാങ്ങിയതായിട്ടുള്ള ഗ്രഹമായിരിക്കാം. വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ തയ്യാറാകുവാനും ജൂൺ മാസം മുതൽ പരിവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനും സമാധാനപരമായിട്ട് കുടുംബജീവിതം നയിക്കാനും സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്നു, സകുടുംബം താമസിക്കുന്നു. വളരെ വർഷങ്ങളായിട്ട് ജന്മനാട്ടിലേക്ക് ഓണാഘോഷത്തിന് വരാൻ സാധിക്കാത്ത പലർക്കും അന്തിമ നിമിഷത്തിൽ അവധി ലഭിക്കുവാനും ജന്മനാട്ടിൽ വന്നു പോകുവാനും ഇടയുണ്ട്. വിൽപ്പനോദ്ദേശത്തോടു കൂടിയതായിട്ടുള്ള ഭൂമി വാങ്ങിയതിൽ ഒരുപക്ഷെ ഭൂമി വാടകയ്ക്ക് കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ വർഷത്തിൻ്റെ ഒടുവിൽ നവംബർ ഡിസംബറോടുകൂടി ഒരു പക്ഷേ വിൽപ്പനയ്ക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുവാനും ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനിടയുള്ളത് കൊണ്ട്
ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടും സ്വന്തമായിട്ട് നടത്തി വരുന്ന പ്രസ്ഥാനമാണെങ്കിലും എല്ലാം എഴുതി വെച്ചും കൊണ്ടും മനനം ചെയ്തും കൊണ്ടും അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിച്ചും കൊണ്ടും കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനായിട്ടും ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒരു വിഹഗവീക്ഷണം തൊഴിൽ മേഖലകളിൽ വേണ്ടി വരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകിയവർക്ക് പ്രാരംഭത്തിൽ നിരസിക്കപ്പെടുവാനും ആദ്യ പുനരപേക്ഷ നൽകുന്നതിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്ന നിലയിൽ പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. അവിടെ അധിക ചെലവ് വർദ്ധിക്കുന്നു എന്ന ഒരു അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും വിദേശത്ത് പഠിക്കുക, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുക എന്ന സങ്കല്പത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് പോകേണ്ടതായ സാഹചര്യങ്ങളും അങ്ങനെ അവസരത്തെ സ്വീകരിക്കേണ്ടതായുള്ള സാഹചര്യങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകുന്നത് വഴി കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തനം വേണ്ടി വരും. അതിലുപരി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും അതേപോലെ തന്നെ മാതാപിതാക്കൾ പറയുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ആരാധനാലയ ദർശനം നടത്തുക എന്നിവയൊക്കെ ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പരിധിവരെ മാർഗതടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കും കാലതാമസം ഉണ്ടാകും എന്ന മനസ്സിൽ ധാരണ എന്തായാലും വേണ്ടതുമാണ്. സമത്വ ഭാവനയോടുകൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിൽ അത്ര നേട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഗുണകരമായി തീരുവാനും മാതൃകാപരമായി തീരുവാനും സാധ്യതയുണ്ട്. അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മംഗളവേളകളിൽ പലപ്പോഴും ജന്മനാട്ടിൽ വന്നു പോകാൻ സാധിക്കാത്തത് വഴി ആശംസകൾ അർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളും സമാധാനപ്പെടേണ്ടതായുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. ഒരു പക്ഷേ ജോലിയുടെ ഭാരമായിരിക്കാം, ഒരു ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എത്തിച്ചേർക്കേണ്ടതായുള്ള സാഹചര്യങ്ങളായിരിക്കാം. എന്തായാലും വേണ്ടപ്പെട്ടവരുടെ മംഗളകർമ്മങ്ങൾക്ക് പോലും പങ്കെടുക്കാൻ സാധിക്കാത്തത് വഴി സ്വല്പം മാനസികമായിട്ടുള്ള അസ്വസ്ഥതക്കേടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്കും നാഡീരോഗപീഠകൾക്കും ആദ്യം പറഞ്ഞ പോലെ തന്നെ യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് അനുവർത്തിക്കുന്നത് വഴി ഏറെക്കുറെ അതിനെ അതിജീവിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും വിരാമം വന്നു ചേരുക എന്നതൊക്കെ തന്നെ എത്ര മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും 2027 ജൂണിന് ശേഷം മാത്രമേ രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള വിമുക്തി നേടുവാൻ സാധ്യതയുള്ളൂ. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരം വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി പലപ്പോഴും ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടയുണ്ട്. ക്ലേശകരമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ജോലി കിട്ടും. കുടുംബ ബന്ധം നിലനിർത്താനായിട്ട് ജീവിത പങ്കാളി പറയുന്ന കാര്യങ്ങളും ജീവിത പങ്കാളി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ജോലി മാറ്റത്തിന് അപേക്ഷകൾ നൽകുകയും അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ ശമ്പളം കുറഞ്ഞാൽ പോലും അതിനുള്ളൊരു ക്രമീകരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങൾ വന്നു ചേരുന്നത് വഴി പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. ഏതെങ്കിലും ചെറിയ രീതിയിൽ പ്രതികരിച്ചാൽ പോലും അത് വിപരീതമായി തീരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ആചാര മര്യാദകൾ പാലിച്ചും കൊണ്ടും കാരണവന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചും കൊണ്ടും വളരെ സമാധാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും അനുവർത്തിക്കാം എന്ന ധാരണയുണ്ടെങ്കിൽ പോലും ഇത് ജീവിതയാത്രയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്തും കൊണ്ട് എല്ലാ കാര്യത്തെയും കുടുംബത്തെ പോലും സംരക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അസൂയാലുക്കളുടെ ഉപദ്രവത്താൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയിട്ടുള്ള നിലവിലുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ വിപുലീകരണം, മറ്റ് ഉപസ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം തന്നെ പിന്മാറുവാനുള്ള സാധ്യത കാണുന്നു.
പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ആത്മസംയമനത്തോടു കൂടിയതായിട്ടുള്ള സമീപനം നിർബന്ധമായിട്ടും വേണ്ടതാണ്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിതത്തെ നയിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീതമായുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സഹായ സ്ഥാനത്ത് നിന്നവരെല്ലാം തന്നെ വിപരീതമായി തീരുന്നത് വഴി മനസ്സിന് സ്വല്പം സമാധാനക്കേടൊക്കെ ഉണ്ടാവും. എന്തായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ഗുരുകാരണവന്മാരാണെങ്കിലും മേലധികാരികളാണെങ്കിലും എല്ലാവരും പറയുന്നതിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം അനുവർത്തിക്കുന്ന പക്ഷം എല്ലാം ഏറെക്കുറെ ശുഭകരമായുള്ള രീതിയിൽ അനുവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2026 ഉണ്ടാകുന്നതാണ്.